അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. നമ്മളെപ്പോഴും ഈ വീഡിയോ സീരീസിൽ മനോഹാരിത ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബോറായിട്ട് കാണരുത് കേട്ടോ, കാരണം എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്ര മനോഹരമാണ് ഉക്രൈൻ. ഞാൻ പല എപ്പിസോഡുകൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എക്സ്പെക്റ്റേഷൻ മൊത്തം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഖാർക്കീവിൽ നിന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഇവർ പറയുന്നത് ഹാർക്കീവ് എന്നാണ് കേട്ടോ. കെ എന്നുള്ളതിന് ഹാ എന്നുള്ള നിലക്കാണ് പറയുന്നത്, ചില അറബി വാക്കുകളൊക്കെ എഴുതുന്ന പോലെ തന്നെ. അപ്പോൾ ഹാർക്കീവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞ പോലെ തന്നെ ഉക്രൈൻ്റെ ആദ്യത്തെ ക്യാപിറ്റലായിരുന്നു. ഹാർക്കീവിൽ നിന്ന് നമ്മൾ ഒഡേസയിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് ഒരു 700ഓളം കിലോമീറ്റർ ഉണ്ട് ഹാർക്കീവിൽ നിന്ന് ഒഡേസയിലേക്കുള്ള ദൂരം. 700 കിലോമീറ്റർ നമ്മുടെ GPS അനുസരിച്ചിട്ട് 9 മണിക്കൂർ വേണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സൂര്യകാന്തിയും ചോളമൊക്കെ പൂത്ത് വിളഞ്ഞു നിൽക്കുന്ന വയലുകളുടെ സൈഡിലൂടെയുണ്ട് നമ്മുടെ യാത്ര. ഇതാ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടുള്ള റോഡുകളാണെന്ന് നോക്കിയേ. അപ്പോൾ ഈ കൃഷിയിടത്തിലൂടെ ഇനി മണിക്കൂറുകൾ യാത്ര ചെയ്ത് വേണം നമുക്ക് ഒഡേഷയിലേക്ക് എത്താനായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഖാർക്കീവിലായിരുന്നു. ഖാർക്കീവിലെ കാഴ്ചകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നു. രാത്രി കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ അത്തരത്തിൽ മറ്റൊരു അനുഭവം കൂടി ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. അതായത് ആ തമ്പനയിൽ കണ്ടില്ലേ, ഒരു മാളിനകത്ത് തോക്ക് വെക്കുന്നത് വളരെ ഓപ്പണായിട്ട്. അപ്പോൾ അതെന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ് കേട്ടോ. പ്രത്യേകിച്ചും തോക്കിനോടൊക്കെ അല്പം കൂടുതൽ താല്പര്യമുള്ളതിനാലായിരിക്കണം അതിനകത്ത് കൂടുതൽ ശ്രദ്ധ തോന്നിയത്. അപ്പോൾ ആ വിശേഷങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ ധാരാളം ഗാഡ്ജറ്റ്സുകളൊക്കെ നമുക്ക് വേണം. വ്യത്യസ്തമായിട്ടുള്ള ക്യാമറകൾ വേണം. അത്തരത്തിലൊരു GoPro 10 പുതിയതായിട്ട് ഇറങ്ങിയത് ഞാൻ മേടിച്ച വിശേഷങ്ങളോടെയും പങ്കുവെച്ചുകൊണ്ട് നമുക്ക് യാത്ര മുന്നോട്ട് പോകാം. ഉക്രൈന്റെ കാഴ്ചകളാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയം പറഞ്ഞ നന്ദി. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബ്ലോഗർ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി വരുന്ന ഗാഡ്ജറ്റ്സ്, അതായത് ക്യാമറ മറ്റു സംഭവങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പാനസോണിക് ലുമിക്സ് G9 എടുക്കുന്ന വിഷ്വൽസ് ആണ് നമ്മൾ അധികവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഐഫോണിൽ എടുത്തിരിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പുതിയതായിട്ടൊരു അംഗം കൂടി കയറി വരികയാണ് നമ്മളെ സംബന്ധിച്ചോളം. നമ്മൾ എറണാകുളത്ത് വൈറ്റ്ല ബ്രിഡ്ജിന് താഴെയുള്ള പൈനിയർ ക്യാമറാസിലാണ് അവിടുത്തെ രജിസ്ട്രാറാണ് ഉള്ളത്. അപ്പൊ നമ്മളിത് GoPro 10 മേടിക്കാൻ വന്നിരിക്കുകയാണ്. സാർ ഐശ്വര്യമായിട്ട് തന്നോളൂ. ഓക്കെ, ഹീറോ 10. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷ്വൽസ് ഞാൻ GoPro 6, 7, 8, 9 എടുത്തിട്ടില്ല, നേരെ 10 എടുത്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ മറ്റ് ഗാഡ്ജറ്റ്സ് ഒക്കെ ഇതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള ലുമിക്സ് G9 ഇവിടെ നിന്നാണ് തന്നിരിക്കുന്നത്. ഇത് ഇവിടെ നിന്നാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് തരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രേക്ഷകർ, ഇദ്ദേഹം തന്നെയാണ് മുതലാളി. കേരളത്തിന്റെ എവിടെയുള്ള ആളുകളാണെങ്കിലും വന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എവിടെ നിന്ന് വേണമെങ്കിലും വിളിച്ചോ, നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ തരുന്നതായിരിക്കും. ഇല്ല റൈസ് സാർ, ഞാൻ മാത്രം പറഞ്ഞു, നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞു. അതെ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിസ്കൗണ്ട്, സാറിന് തരാൻ പറ്റുന്ന മാക്സിമം ഡിസ്കൗണ്ട് എന്തായാലും നിങ്ങൾ വിളിച്ച് ചോദിച്ചോ. കേരളത്തിൽ എവിടെ കിട്ടുന്നേക്കാൾ ഏറ്റവും ബെസ്റ്റ് റേറ്റിന് കിട്ടും. നല്ല സർവീസ് ആണ്, ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോര്, നമ്മുടെ ഗ്യാരണ്ടി. ഓക്കെ, അങ്ങനെ ഖാർക്കീവിന്റെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി. ഒരുപാട് കാഴ്ചകൾ കണ്ട് നമ്മളിപ്പോ വൈകുന്നേരം നമ്മൾ എത്തിയിരിക്കുന്നത് ദഫി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോപ്പിംഗ് മാളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൊഫഷണൽ ക്യാമറകളൊക്കെ പലയിടത്തും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വലിയ താല്പര്യങ്ങളൊന്നും പലർക്കും കാണുന്നില്ല. അതിൻ്റെ പേര് തന്നെ നമ്മൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, മാളിൻ്റെ വലിപ്പം നോക്കിയേ. വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങി മാളിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണണം. എന്തെങ്കിലും പുതുമുള്ള വല്ലതും കിട്ടുകയാണെങ്കിൽ മേടിക്കണമെന്നുണ്ട്. നമ്മളങ്ങനെ മാളിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ അതിൻ്റെ അകത്ത് കയറി വരുമ്പോൾ ഒരു സ്ഥലത്ത് ഇവിടെ ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ധാരാളം കുട്ടികളെ ഐസ് സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ വന്നിട്ട് ഇവിടെ ഫീസ് അടച്ചിട്ട് സ്കേറ്റിംഗ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ലുലു മാളിലൊക്കെ ഉണ്ട് അതിൻ്റെ തന്നെ വേറൊരു പതിപ്പ്, കുറച്ചും കൂടി വലുതായിട്ട് എനിക്ക് തോന്നി. കാരണം ധാരാളം മത്സരങ്ങളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതാണ്.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടില്ല, ഒരു ഒളിമ്പിക് സ്റ്റേഡിയം നമ്മൾ കണ്ടില്ലേ, കാണാത്തവർ കാണണം കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു വലിയ ഒരു സ്റ്റേഡിയത്തിൻ്റെ അകത്ത്, മാളിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ കാണികൾക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഓരോരുത്തർ പ്രാക്ടീസ് ചെയ്യണത് കാണാനുണ്ട്, ചിലർ വീഴുന്നത് കാണാനുണ്ട്, ചിലർ ഭയങ്കര അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളാണ് അധികം പ്രാക്ടീസ് ചെയ്യുന്നത്. ചെറിയ കുട്ടികളെ നല്ല രീതിയിൽ സ്കേറ്റിംഗ് പഠിപ്പിക്കണത് അവരുടെ പാരൻസ് സൈഡിലൊക്കെ മാറി നിന്ന് വീക്ഷിക്കുന്നതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നി. മാളിൽ നടക്കുമ്പോൾ കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ മാളിൽ സ്വർണ്ണക്കട എന്ന് പറഞ്ഞാൽ നമ്മൾ കംബോഡിയയിലെ ഒരു മാർക്കറ്റിനകത്ത് സ്വർണ്ണക്കട കണ്ടിട്ടില്ലേ, നിരയായിട്ട് സ്വർണ്ണക്കട. നമ്മൾ ആദ്യം വിചാരിച്ചത് റോൾഡ് ഗോൾഡിൻ്റെ അറിവല്ല മറ്റങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, കാണാത്തവർ കാണണം കേട്ടോ. അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മീനും ഇറച്ചിയൊക്കെ വെക്കുന്ന മാർക്കറ്റിൻ്റെ മറ്റൊരു സൈഡിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ നിരയായിട്ട് സ്വർണം വിൽക്കുന്നത് കണ്ടോ. പക്ഷേ ഇവിടെ കണ്ട കാഴ്ച പറഞ്ഞാൽ അതൊരു വലിയൊരു മാളിനകത്താണ് സ്വർണ്ണക്കടകൾ. ഒന്നും രണ്ടും ഒന്നല്ല, ഒരുപാട് കടകൾ. മാളിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ആൾക്കാർ മുമ്പ് കൂടിയൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്, അതേ ക്ഷമിക്കണം. അപ്പോൾ ഒരുപാട് സ്വർണ്ണക്കടകൾ കാണാൻ കഴിഞ്ഞ് കംബോഡിയയിലാണ് ഇതിന് മുമ്പ് കണ്ടിരിക്കുന്നത്. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന കാഴ്ച അതല്ല, എൻ്റെ തൊട്ട് ബാക്കിൽ നോക്കിയാൽ ലുലുമാളിൻ്റെ അകത്ത് നമ്മൾ കയറി വരുന്നോടത്ത് തോക്ക് വിറ്റാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെ നിരയായിട്ട് തോക്കുകൾ വെച്ചൊക്കെയാണത്. വലിയ റൈഫിളും ഉണ്ട്, പിസ്റ്റളും ഉണ്ട്, അങ്ങനെ പല ഗണ്ണുകൾ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള നൈഫുകൾ കാണാൻ കഴിയുന്നുണ്ട്, ബുള്ളറ്റ്സ് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റോട്ടിലിട്ട് വിൽക്കാന്ന് പറയില്ല, അതുപോലെ മാളിൻ്റെ സ്റ്റെയർ ഇറങ്ങി വന്നോട്ടിട്ട് വിൽക്കാം. ലുലുവിലൊക്കെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ജ്യൂസ് കടയുണ്ട്, കണ്ടിട്ടില്ലേ? ജ്യൂസ് കട തന്നെ അവിടെ കുറച്ച് ചേട്ടന്മാരിരുന്ന് പടം വരയ്ക്കണ കാണാം. അതുപോലെ സൈഡിൽ തന്നെ നല്ല ജ്യൂസ് വിൽക്കുന്ന കടയുണ്ട്. അതുപോലെ ഒരു കോർണറിൽ മാറ്റിയിട്ട് വിൽക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഒരു രക്ഷിതാത്ത കാഴ്ച. സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. ഒരു മാളിൻ്റെ അകത്ത് തൊട്ടപ്പുറത്ത് നിരനിരയായിട്ട് സ്വർണ്ണ കച്ചവടം, ഇപ്പുറത്ത് തോക്ക് കച്ചവടം. എന്തൊക്കെ കാഴ്ചകളായാലും ഉത്തരയില്ലേ. പക്ഷെ പേടിക്കണം കേട്ടോ, കാരണം എല്ലാ റെസ്ട്രിക്ഷൻസും കീപ്പ് ചെയ്തിട്ടുള്ള വിൽപ്പനയാണ് ഇത്. 18 കഴിഞ്ഞവർക്ക് എയർ കാറ്റഗറിയാണ്. എയർ റൈഫിളും എയർ പിസ്റ്റളൊക്കെ ഉണ്ട്. അല്ലാണ്ട് മറ്റേ നമ്മുടെ നാട്ടിൽ ലൈസൻസ് വേണ്ട .22 അങ്ങനത്തെ ഹെവി പ്രശ്നങ്ങളൊന്നുമല്ല. കാഴ്ച കൊണ്ട് പേടിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും മാളിൻ്റെ അകത്ത് ആദ്യമായിട്ടൊക്കെ കാണുന്നു. ഒഡേസയിലേക്കുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന വഴിയിൽ കുറേ വണ്ടികൾ കൂട്ടിയിട്ടേക്കണ കാണാൻ കഴിഞ്ഞു. കൂട്ടിയിട്ടേക്കണം എന്ന് പറഞ്ഞാൽ അടക്കി വെച്ചിരിക്കുകയല്ല, ഒരു വലിയ ഗ്രൗണ്ട് നിറയെ. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം സൈഡിൽ കൂടിയൊക്കെ വാഹനങ്ങൾ ധാരാളം കടന്നു പോകുന്നതിൻ്റെ പേരിൽ. അപ്പോൾ അത് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഇവിടുത്തെ വലിയൊരു വാഹന ചന്ത എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. കാരണം അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ആക്സിഡൻ്റൊക്കെ ആയി ക്യാൻസലാക്കുന്ന അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഭാഗമൊക്കെയായിട്ട് റിജക്റ്റ് ചെയ്യുന്ന വാഹനങ്ങൾ ഇങ്ങോട്ട് റിപ്പയർ ചെയ്ത് ഇങ്ങോട്ട് എത്തി, അല്ലെങ്കിൽ ഇവിടെ എത്തി റിപ്പയർ ചെയ്തിട്ട് അത് കുറഞ്ഞ വിലക്ക് വിൽക്കുന്ന ഒരു ഏരിയ കാണാൻ കഴിഞ്ഞിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വന്നിരുന്നെങ്കിൽ എത്ര അടിപൊളിയായിരുന്നല്ലേ. ഗൾഫിൽ നിന്നൊക്കെ അങ്ങനെ കുറഞ്ഞ വിലക്കൊക്കെ വണ്ടി കിട്ടിയായിരുന്നെങ്കിലും. ഇപ്പം അത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾക്കൊന്നും കുറവില്ല, നല്ല നല്ല വാഹനങ്ങൾ നമ്മുടെ നാട്ടിലും കിട്ടാനുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇവിടുത്തെ നിരത്തുകളിൽ കണ്ടത് നമ്മൾ ടൊയോട്ടോയുടെ ധാരാളം വാഹനങ്ങൾ കണ്ട്. കിയയുടെ വാഹനം, കിയ ഇവിടുത്തെ ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ധാരാളം കിയയുടെ വാഹനങ്ങൾ കാണാൻ കഴിഞ്ഞു, വോൾസ്വാഗൻ കാണാൻ കഴിഞ്ഞു. അതുപോലെ സ്കോഡ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സ്കോഡ അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയില്ല എന്ന് തോന്നണം അല്ലേ. പക്ഷേ ഇവിടെ സ്കോഡ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലപോലെ ധാരാളം സ്കോഡയുടെ വാഹനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ അങ്ങോട്ടുള്ള യാത്ര ഓടിയിലാണ് വെച്ച് പറന്നുകൊണ്ടിരിക്കുന്നു.
അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഉക്രൈനിലെ തന്നെ ഏറ്റവും വലിയൊരു നദി ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ദിനപ്പർ പത്രോസ്ക എന്നാണ് പേര് കേട്ടോ. ദിനപ്പർ പത്രോസ്ക ഇവിടുത്തെ പേരാണ്. നമ്മുടെ നാട്ടിൽ നല്ല രസകരമായിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇവരുടെ ലാംഗ്വേജിലേക്ക് ദിനപ്പർ പത്രോസ്ക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് നദിയാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു നഗരം കൂടിയാണ്. അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ ഈ പോകുന്ന വഴിക്ക് 3-4 പ്രധാന നഗരങ്ങളൊക്കെ കടന്നാണ് നമ്മൾ പോകുന്നത്. അതിനകത്തൊന്നാണ് ദിനപ്പർ പത്രോസ്ക. പിന്നെ കേരളത്തിൽ നിന്ന് വന്ന് കാണുമ്പോൾ നമുക്ക് ഓരോ മൊമെൻറ്റും ഭയങ്കര രസകരമായിരിക്കും. കാരണം ഇവിടുത്തെ മരങ്ങളുടെയൊക്കെ ഭംഗി തന്നെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ പച്ച നിറത്തിലുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ കാടുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ യെല്ലോയിഷായിട്ടും റെഡിഷായിട്ടും അങ്ങനെ പല കളറിലുള്ള ഇലകളും മരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ധാരാളം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാൻ കഴിയും. പിന്നെ ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന റോഡുകൾ നല്ല കംഫർട്ടബിളായിട്ട് പോകാം. ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേതുപോലെ തന്നെയാണ് ചാർജ് ഉള്ളത്. നമ്മുടെ പെട്രോളും ഡീസലും LPGയും എല്ലാം ഉണ്ട്. പക്ഷേ നാട്ടിലെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കറൻസി വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര വില കുറവാണ്. പിന്നെ ഇത്രയും ദിവസത്തെ നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ കീവ്, സുമി, ഹാർക്കീവ് ഇത്രയും 3 സിറ്റികളാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ചീപ്പായിട്ട് തോന്നിയത് സുമിയാണ്. സുമിയിലൊക്കെ ഭക്ഷണമൊക്കെ ഭയങ്കര ചീപ്പായിട്ട് തോന്നി. നമ്മൾ ഇത്രയും നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടും ബില്ലൊക്കെ വന്നപ്പോൾ ചെറിയ തുകയാണ് വന്നിട്ടുള്ളൂ. യൂറോപ്പിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ലിവിങ് കോസ്റ്റ് തികച്ചും ഡിഫറെൻ്റ് തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഉക്രൈൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിൽക്കാവുന്ന, കമ്പാരിറ്റീവ്ലി ചിലവ് കുറഞ്ഞ രീതിയിലും നിൽക്കാവുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ കാഴ്ചകൾ ഇതിനോടൊപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അപ്പോൾ ഇത് കാണുന്നതിൻ്റെ ഇടയിൽ ആരെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എനർജി കിട്ടും, കുറേയും കൂടി കാഴ്ചകൾ നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മുടെ വാഹനം ഇങ്ങനെ നമ്മുടെ സാരഥി പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലെന ബാക്കിലിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. On our road to Odesa, we will go through city Dnipropetrovsk. In Dnipropetrovsk, we'll see a beautiful river. The name of the river is Dnipro. It is the main river of Ukraine, and it's very wide in this city. It's just huge. അങ്ങനെ 200 കിലോമീറ്ററോളം പിന്നിട്ട് നമ്മൾ ദിനപ്പർ പത്രോസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വലിയ ഒരു നദി കണ്ടില്ലേ, അതിന് കുറുകെയുള്ള ബ്രിഡ്ജ്, അതിലൂടെ പോകുന്ന വാഹനങ്ങൾ, നമ്മളൊരു ജെയിംസ് ബോണ്ട് ഫിലിംസിലൊക്കെ കണ്ട പോലത്തെ കാഴ്ചകളല്ലേ. അപ്പോൾ മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് എവിടെ നോക്കിയാലും കിട്ടുന്നത്. യാത്രയിൽ വീണ്ടും ഒരു സ്റ്റോപ്പ് എടുത്തേക്കേണ്ട, വേറെ ഒന്നിനല്ല, ഒന്നിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈവേ സൈഡിലുള്ള ഒരു ചെറിയ പമ്പിൽ നമ്മൾ നിർത്തി. നമ്മൾ മുമ്പത്തെ പമ്പിലൊന്നും കണ്ട പോലെ വലിയ സൂപ്പർ മാർക്കറ്റുകളൊന്നുമില്ല, പക്ഷേ ഒരു ചെറിയൊരു പമ്പ്. അന്ന് അത്യാവശ്യം 2-3 ഫ്രിഡ്ജുകളിലായിട്ട് അത്യാവശ്യം ജ്യൂസ്, ബിയർ, വെള്ള സകല സാധനങ്ങളും ഉണ്ട്. ഒരു ചെറിയ ക്യാഷ് കൗണ്ടർ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. പൈസ കൊടുത്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സൗകര്യങ്ങളാണ്. പക്ഷെ ഇവിടുത്തെ രസം എന്ന് പറഞ്ഞാൽ പമ്പിനോട് ചേർന്നുള്ള കൃഷി സ്ഥലമാണ് കേട്ടോ. നല്ല വളക്കൂറുള്ള മണ്ണ് ഉഴുത് മറിച്ച് കൃഷിക്ക് വേണ്ടി തയ്യാറാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇനി നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഒന്ന് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുന്നു. ഒരു രക്ഷയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഈ ആന്ധ്ര, കർണാടക സൈഡൊക്കെ നമ്മൾ യാത്ര പോകില്ല, അതുപോലെ ഇങ്ങനെ അനന്തമായിട്ടുള്ള കൃഷി സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുകയാണത്. എന്താ രസമല്ലേ. അങ്ങനെ പമ്പിൽ നിന്ന് ഇതാ ഇറങ്ങി മുന്നോട്ട് പോവുകയാണ്. പമ്പിൽ നിന്ന് നമ്മളിത് ഒരു മൊജിറ്റോ മേടിച്ചിട്ടാണ്. മൊജിറ്റോ നല്ല രസമുണ്ട് ഇവിടുത്തെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉക്രൈനിലുള്ള നമ്മളെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അതായത് ഈ ബ്രാൻഡൊക്കെ ഓർമ്മ വെച്ചോ, നല്ല രസമുള്ള മൊജിറ്റോ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നിട്ട് കുടിക്കണത്. അപ്പോൾ നാട്ടിലെ രുചി വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 7up ഉണ്ടല്ലോ, 7upൽ കുറച്ചും കൂടി മിൻറ്റും കൂടി ചേർത്തിങ്ങനെ ഉണ്ടാവും. ആ ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നാട്ടിലത് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരല്പം മിൻറ്റ് ക്രഷ് ചെയ്തിട്ടിട്ട് നല്ല തണുത്ത 7up ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സെയിം മൊജിറ്റോ ആയി. അപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൂത്രം ഒഴിക്കാൻ നിർത്തി കൊടുത്ത അപ്പാപ്പൻ മേടിച്ചത് 30 രൂപയാണ് നാട്ടിൽ കേട്ടോ. അപ്പോൾ അതും എക്സ്പെൻസീവ് ആയി, തമാശക്ക് പറഞ്ഞതാണ്. നമ്മളിവിടുത്തെ കറൻസിനെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 10 രൂപയാണ് മേടിച്ചത്. എന്തെങ്കിലും ആവട്ടെ, കാര്യം നടന്നല്ല. നാട്ടിലേതുപോലെ ഇറങ്ങിയ റോട്ടിൽ നിന്ന് മൂത്രം ഒന്നും ഒഴിക്കാൻ പറ്റില്ല. യൂറോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടിയും മാന്യരാവണ്ടേ. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ഇനി ഭക്ഷണത്തിന് ഏതെങ്കിലും ഒരു കംഫർട്ടായിട്ടൊരു സ്ഥലത്ത് നിർത്തണം. വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കണം. അത് കഴിച്ചിട്ട് വീണ്ടും യാത്ര. എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോൾ, ഒഡേസ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഒരു 10-11 മണി, 9-10-11 മണിയൊക്കെ ആവുമെന്ന് തോന്നണം. കാരണം ഇടയ്ക്കായിട്ട് നിർത്തി ഷൂട്ടൊക്കെ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നീണ്ട യാത്ര
എങ്ങനെയുണ്ട് കാഴ്ചകൾ? യാത്രയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഉക്രൈനിലുള്ളവർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉക്രൈനിലാണ് ഉള്ളത്, നിയറസ്റ്റ് കൺട്രീസിലുള്ള യൂറോപ്യൻ കൺട്രീസിലുള്ള എൻ്റെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനി വരും മാസങ്ങളിൽ അടുത്തടുത്തുള്ള കൺട്രികളിലേക്കുള്ള യാത്രയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് യാത്ര തുടരാം.